ഞാൻ കടവത്തൂരാണ്. എൻ്റെ പേര് ഇസ്മായിൽ. കടവത്തൂരിനെ സംബന്ധിച്ച് പറഞ്ഞാൽ മുജാഹിദും സുന്നികളൊക്കെ ഒരുപാട് മണ്ണിൽ മൺമറിഞ്ഞു പോയതും ഇപ്പോൾ ഉള്ള ഒരു സ്ഥലവുമാണ് ഉസ്താദ് നന്നായിട്ട് അറിയാം. മുജാഹിദിനുള്ള ചില ചോദ്യങ്ങൾ നമ്മളെ വല്ലാണ്ട് കുടുക്കിക്കളയും. ഇന്നലെ മുജാഹിദിനെ കുറിച്ചു ഉസ്താദിന് ഇന്നത്തെ ഈ പരിപാടിയുടെ നോട്ടീസ് എല്ലാ സ്ഥലത്തും പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെ സംബന്ധിച്ച് പല സംസാരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു മുജാഹിദ് പ്രവർത്തകൻ ചോദിച്ചു, മദ്ഹബിന്റെ ലക്ഷ്യം തന്നെയാണ്, അവർ മദ്ഹബ് വേണ്ട എന്നാണല്ലോ നിരന്തരം സ്റ്റേജ് കെട്ടി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ അനുയായികളാണല്ലോ കേരളത്തിലുള്ള മുസ്ലിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും. ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ അഭിപ്രായത്തിൽ ഭാര്യയെ തൊട്ടാൽ മുറിയുമെന്നും ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ മദ്ഹബ് പ്രകാരം മുറിയില്ല എന്നും ആണല്ലോ നമ്മെ പഠിപ്പിച്ചത്. അപ്പോൾ ഇത് രണ്ടും അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകളായിരുന്നോ? ഇതെങ്ങനെയാണ് മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ സംഭവിച്ചത്? ഷാഫി മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ മുറിയുമില്ല എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു അസുഖം മറ്റോ ആയാൽ നമുക്ക് ശുശ്രൂഷ ചെയ്തു തരാൻ നമ്മുടെ ഭാര്യമാരാണ് ഉണ്ടാവുക. പിന്നെ ഭാര്യമാർ എങ്ങനെ നമുക്ക് എടുത്തു തരാൻ പറ്റും എന്നുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതിന് അവർക്ക് വ്യക്തമായ മറുപടി കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഒന്ന് വിശദീകരിക്കാമോ? അങ്ങനെ പറയാം. ഇങ്ങനെ മദ്ഹബിലെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളൊക്കെ ഓരോന്നോരോന്ന് ചോദിച്ചാൽ വിശദീകരിക്കാൻ നമ്മൾ സമയം പറ്റില്ല. അപ്പോൾ ചോദിച്ച സാധാരണ പരിപാടികളായതുകൊണ്ട് ഞാൻ പറയാം. ഭാര്യയെ തൊട്ടാൽ മുറിയുമോ മുറിയില്ലേ എന്ന് മാത്രമായി ഒരു തർക്കം ഹനഫി മദ്ഹബിലും ഷാഫി മദ്ഹബിലും ഇല്ല. അന്യ സ്ത്രീകൾ, അതായത് കെട്ടുബന്ധം ഹറാമല്ലാത്ത സ്ത്രീകൾക്കാണ് ഇവിടെ അന്യ സ്ത്രീകൾ എന്ന് പറയാം. നമുക്ക് വിവാഹം എടുക്കാൻ പറ്റുന്ന സ്ത്രീകൾ, നമുക്ക് വിവാഹം ചെയ്യാൻ പറ്റുന്ന ഏതു സ്ത്രീകളെ പുരുഷന്മാരുടെയും ശരീരത്തിന്റെ തൊലികൾ തമ്മിൽ സന്ധിച്ചാൽ അവരുടെ മുറിയുമെന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഈ സന്ധിക്കൽ കേവലം തൊലിപ്പുറം സന്ധിക്കലല്ല, സംഭോഗം എന്ന പേരിൽ ഉപയോഗിക്കുന്ന സന്ധിക്കലാണ് എന്നാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ വ്യാഖ്യാനം. രണ്ടു പേർക്കും തെളിവ് ഔ ലാമസ്തുമൂഹുന്ന എന്ന ആയത്തിന്റെ പ്രയോഗമാണ്. മുറിയുന്ന കാരണങ്ങളും നിർബന്ധമാകുന്ന കാരണങ്ങളും വിവരിക്കുന്നവരായതിന്റെ ഒരു കണ്ടാണ് ഔ ലാമസ്തുമൂഹുന്ന. ഇതിന്റെ ഒരു ഖിറാഅത്തിലുള്ളത് നിങ്ങൾ ഐ ലമസ്തും എന്ന് ഒരു ഖിറാഅത്തിലുണ്ട്. ഔ ലാമസ്തുമൂഹുന്ന. ലമസ വന്നാൽ തൊട്ടു, ലാമസ എന്ന് പറഞ്ഞാൽ പരസ്പരം തൊട്ടു എന്നാണ്. സ്ത്രീയും പുരുഷനും തമ്മിൽ തൊടുക എന്ന് പറയുന്നത് ചിലപ്പോ നല്ല കുറഞ്ഞെ കൊണ്ട് ചെറുങ്ങനെ ഉപയോഗിച്ചതായിട്ട് പറയാറുണ്ട്. ഞാനവിടെ തൊട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത് സംഭോഗം ചെയ്തോ എന്ന അർത്ഥത്തിൽ അത് ചെയ്തിട്ടില്ല എന്ന് പറയാനാവാറുണ്ട്. അതേപോലെ തന്നെ ശരീരത്തിന്റെ തൊലിപ്പുറങ്ങൾ തമ്മിൽ തട്ടുക, തൊടുക, സ്പർശിക്കുക എന്നതാവാനും സാധ്യതയുണ്ട്. ഈ ആയത്തിലെ പരാമർശം സംഭോഗത്തിന്റെ തുടരാണ് എന്നാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കാണുന്നത്. മറ്റു ചിലരും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ലമസ്തും എന്നുള്ള ഖിറാഅത്ത് കൂടി ഈ ആയത്തിലുള്ളതുകൊണ്ട് ഈ പ്രയോഗം തൊലി തമ്മിൽ തട്ടുക എന്നതിന്റെ അർത്ഥത്തിൽ സാധാരണ വാക്യമായി ഉപയോഗിക്കുന്നതായതുകൊണ്ട് തൊലിപ്പുറം തമ്മിൽ തട്ടുക എന്ന് മാത്രമേ ഈ പറഞ്ഞ വാക്യത്തിൽ അർത്ഥമുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നുകൂടിയും എന്നും കണ്ടു. ഇത് രണ്ടും പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ല. ഇതേ ആയത്തിലെ തന്നെ സമീപിച്ചതിൽ വ്യത്യാസമാണല്ലോ ഇത്. അപ്പൊ അതുകൊണ്ട് ഭാര്യ അടക്കമുള്ള അന്യ സ്ത്രീകളുടെ പുരുഷന്മാരുടെ ശരീരം തമ്മിൽ തൊട്ടാൽ സ്പർശിച്ചാൽ മുറിയുകയില്ല എന്ന് ഹനഫി മദ്ഹബിനെയും നമുക്ക് അനുകരിക്കാം. തൊട്ടാൽ മുറിയും എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഷാഫി മദ്ഹബിനെയും അനുകരിക്കാം. പക്ഷെ ഷാഫി മദ്ഹബുകാരായി ജീവിക്കുന്ന നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അനേകം വിഷയങ്ങളുണ്ടല്ലോ. എടുത്തത് മുതലേക്ക് നിസ്കാരം കഴിയുന്നത് വരെയുള്ള വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസവുമുണ്ട്. അപ്പൊ നമ്മൾ ഒരു നിസ്കാരത്തിൽ മുറിയുകയില്ല എന്ന അബൂ ഹനീഫയുടെ അഭിപ്രായം അതിന്മേലെടുത്താൽ എടുത്തിട്ടപ്പോൾ കുഴപ്പം വരും. അവിടെ അബൂ ഹനീഫയുടെ അഭിപ്രായ പ്രകാരം ശരിയായിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു നമ്മുടെ നിസ്കാരം കിടക്കും. ഇങ്ങനെ വരാതിരിക്കാൻ ഷാഫികൾ ഷാഫി മദ്ഹബും ഹനഫികൾ ഹനഫി മദ്ഹബും അനുസരിച്ച് തിരിച്ചു പോരുക എന്നതാണ് പിണക്കാത്ത മാർഗം, സാധാരണക്കാർക്ക് പറ്റുന്ന മാർഗം. ഇനി ഏതെങ്കിലും ദുഃഖവേളകളിൽ നിയമപരമായിട്ട് നിങ്ങൾ ചോദിച്ച തരത്തിലുള്ള വല്ല പ്രശ്നം, ഉദാഹരണമായി ഭാര്യയെ തൊടാതെ പറ്റുന്ന ഈ ഭാര്യ നടക്കുന്ന ഹജ്ജിന്റെ വേളയിൽ ചിലപ്പോൾ അന്യ സ്ത്രീകളുടെ ശരീരം തട്ടാതെ സ്വഭാവം നടത്താൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ വരുന്ന ചില അനിവാര്യ വേളകളിൽ ആ അനിവാര്യ വേളകളിൽ ചെയ്യാൻ
ചെയ്യാൻ പറ്റുന്ന വിധമുള്ള മസാലകൾ മുഴുവൻ ചോദിച്ച് പ്രശ്നങ്ങൾ മുഴുവൻ ചോദിച്ച് നമ്മുടെ പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ചാൽ നമുക്ക് ആ വിഷയത്തിൽ മാത്രമായും ഹനഫി മദ്ഹബിനെ അംഗീകരിച്ചുകൊണ്ട് ചിലപ്പോൾ ജീവിക്കാൻ പറ്റും. കാരണം മറ്റ് പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പറ്റുന്ന ഉപായങ്ങൾ പണ്ഡിതന്മാരെ വിവരിച്ചു തരും. അതില്ലാതെ സാധാരണക്കാരൻ ചിലപ്പോൾ ഒന്ന് പഠിച്ച് ഒന്ന് കേട്ട് അതനുസരിച്ച് ജീവിച്ചാൽ മറ്റൊരിടത്ത് ചിലപ്പോൾ എൻ്റെ നിസ്കാരം പാത്തിനാവും. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനാണ് നമ്മൾ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണം പ്രമാണവുമായി ബന്ധപ്പെട്ട് അത് അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ ശരിയാണെങ്കിലും നമ്മുടെ ഷാഫി മദ്ഹബുകാർക്ക് ഇമാം ഷാഫിയുടെ വീക്ഷണമാണ് അനുയോജ്യമെന്നും അതനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടതെന്നും പറയുന്നത്. ഇത് രണ്ടും ഹദീസിന് വിരുദ്ധമല്ല, ആയത്തിന് വിരുദ്ധമല്ല. ആയത്തിന്റെ വാക്യം അർത്ഥം മനസ്സിലാക്കുന്നിടത്ത് വ്യത്യാസം കൊണ്ടും വീക്ഷണ വൈകാര്യം കൊണ്ടും വന്നതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? മനസ്സിലായി. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ ദുരുദ്ദേശപരമായിട്ട് തൊട്ട് കഴിഞ്ഞാൽ മാത്രമേ ഒന്നു മുറിയുകയുള്ളൂ. ശരുമത്തോട് കൂടെ പട്ടാലെ ഒന്നും മുറിയുകയുള്ളൂ എന്ന് പറയുന്നവരുമുണ്ട്. തൊട്ടാൽ തന്നെ തട്ടിയാൽ തന്നെ ഒന്നും മുറിയില്ല എന്ന് പറയുന്നവരുമുണ്ട്. സംബോധത്താൽ മാത്രമേ ഒന്നും മുറിയുകയുള്ളൂ എന്ന് പറയുന്നവരുമുണ്ട്. തുടക്കൊണ്ട് തന്നെ ഒന്നും മുറിയില്ല എന്നാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം. ആ അഭിപ്രായ പ്രകാരം നമുക്ക് ഉപയോഗിക്കാൻ ആവശ്യമുള്ളിടത്ത് പണ്ഡിതന്മാരുടെ ഉപദേശപ്രകാരം നൽകിയിരിക്കാവുന്നതാണ്. അപ്പോൾ ഷാഫി മദ്ഹബിന്റെ വിശ്വസിക്കുന്ന ഞാൻ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഹനഫി മദ്ഹബിനെ തഖ്ലീദ് ചെയ്തുകൊണ്ട് എന്റെ ഭാര്യയ്ക്ക് വുളു എടുത്തു തരാൻ പറ്റുമോ? അതാണ് പറഞ്ഞത്. ആ വിഷയം മാത്രം പോകാൻ വുളു നിങ്ങൾ എടുക്കുന്നേരൊന്നും ശ്രദ്ധിക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ വിവരമുള്ളവർ മൂല്യനെ സമീപിച്ചിട്ട് ചോദിക്കുക, ഞാൻ എന്തൊക്കെയാണ് അതിന് ചിട്ട പാലിക്കേണ്ടത്, ഇതനുസരിച്ച് ചെയ്യാൻ എനിക്ക് എന്തെല്ലാം ചിട്ടകൾ ഹനഫി മദ്ഹബ് അനുസരിച്ച് എന്റെ നിസ്കാരം സാധുവാകാൻ എന്തെല്ലാം ചിട്ടകൾ ഞാൻ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് വിവരമുള്ളവർ പണ്ഡിതനെ നിങ്ങൾ ചോദിച്ചിട്ട് മനസ്സിലാക്കി അതനുസരിച്ച് ആഗ്രഹിക്കാവുന്നതാണ്. ഉസ്താദ് തെറ്റിദ്ധരിക്കരുത്. ഈ മദ്ഹബിനെ ഒഴിച്ചു നിർത്തി ഖുർആൻ സുന്നത്തും എടുത്ത് ഇതിനെ സംബന്ധിച്ച് നമ്മൾ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ആരും പോയി ഏതാനും സ്ത്രീയും തൊടാൻ പറ്റുമോ? പറ്റില്ല. വിവരമല്ലോ നമുക്ക്. അത് വളരെ തെറ്റല്ലേ? വിവരമില്ലാതെ നമ്മൾ കാണുന്ന ദുർവ്യാഖ്യാനമാവില്ലേ? ഏതായാലും കഴിച്ചു പറഞ്ഞാൽ നമ്മൾ വിവരം കാണുമ്പോഴാണല്ലോ മദ്ഹബുകാരെ അംഗീകരിക്കുന്നത്. മനസ്സിലായോ?